ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. കെട്ടിക്കിടക്കുന്ന കേസുകളുടെ തീർപ്പാക്കൽ നീതിന്യായ സംവിധാനം നേരിടുന്ന സുപ്രധാന വെല്ലുവിളിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേസുകളിൽ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിന് അതത് അധികാര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി. സുപ്രീംകോടതിയുടെ അധികാര മുദ്രയും പതാകയും രാഷ്ട്രപതി അനാവരണം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക ശിക്ഷാ സംവിധാനം ഉണ്ടാക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉത്തരാഖണ്ഡിൽ എയിംസ് ഋഷികേശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ധൻഖർ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പരീക്ഷണ ഓട്ടം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 3 മാസത്തിനുള്ളിൽ യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിൽ പുതുതായി നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിൻ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഒരേ സമയം ഒന്നിലധികം പേർക്ക് വേണ്ടിയോ ഹ്രസ്വകാലത്തേക്കോ പദ്ധതി അധിഷ്ഠിത ജോലികളിലോ ഏർപ്പെടുന്നവരാണ് ഗിഗ് തൊഴിലാളികൾ. ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ പാലക്കാട്ടെ വ്യവസായികളും പൌരപ്രമുഖരുമായി സംവദിച്ചു. പാലക്കാടിന്റെ വിവിധ വികസന പരിപാടികൾ സംബന്ധിച്ച് പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച ചെയ്തു. കൊച്ചി വിമാനത്താവളത്തിൽ 550 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവള ലോഞ്ചായ 0484 എയ്റോ ലോഞ്ച് കൊച്ചി വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം നാളെ നടത്തും. മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLPS, മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. ഫുഡ് ടെക്നോളജി വ്യവസായ മേഖലയിൽ രാജ്യത്തിന്റെ ഹബ്ബാകാനുള്ള ശ്രമത്തിലാണ് കേരളമെന്നും ഇതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന കേരള ഫുഡ് ടെക് കോൺക്ലേവ് എന്നും മന്ത്രി പി രാജീവ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുക, മേഖലയിലെ കേരളത്തിന്റെ സാധ്യതകൾ കൂടുതൽ നിക്ഷേപകരിലേക്ക് എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി. നെഹ്റു ട്രോഫി വള്ളംകളി ഓണക്കാലത്തോടനുബന്ധിച്ച് നടത്തുന്നത് സജീവ പരിഗണനയിലെന്ന് മന്ത്രി VN വാസവൻ. ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി നടത്തണമെന്ന് ജലോത്സവ പ്രേമികളും ക്ലബ്ബുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പുകൾ മുഖേന കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെയും അവലോകന യോഗം മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ മറ്റന്നാൾ കണ്ണൂരിൽ നടക്കും. തളിപ്പറമ്പ് റവന്യൂ ടവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നാളെ മന്ത്രി കെ രാജൻ നിർവഹിക്കും. രാവിലെ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്ത് നടക്കുന്ന പരിപാടിയിൽ ശ്രീ MV ഗോവിന്ദൻ അധ്യക്ഷത വഹിക്കും. 15 കോടി രൂപ ചെലവിൽ 5 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കണ്ണൂർ ജില്ലാ തദ്ദേശ അദാലത്ത് നാളെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 2:30 തൃശൂർ ടൈറ്റൻസും ആലപ്പി റൈഫിൾസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. പ്രവേശനം സൌജന്യമാണ്. 21ാമത് കന്നുകാലി സെൻസസിന് നാളെ തുടക്കമാകും. 4 മാസം നീണ്ടുനിൽക്കുന്ന സെൻസസ് ഡിസംബർ 31 സമാപിക്കും. കന്നുകാലികളുടെ എണ്ണത്തിലുള്ള വർധനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് കന്നുകാലി സെൻസസിന്റെ പ്രാഥമിക ലക്ഷ്യം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ കനത്ത മഴ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഇന്നത്തെ ശബരി എക്സ്പ്രസ് റദ്ദാക്കി. ഇന്നലെ യാത്ര ആരംഭിച്ച ചില ട്രെയിനുകളുടെ റൂട്ടിൽ മാറ്റം വരുത്തി. സ്വകാര്യ TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച മുൻ AICC അംഗവും PSC അംഗവുമായിരുന്ന സിമി റോസ് ബെൽജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP പുറത്താക്കിയതായി KPCC ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. യുദ്ധക്കെടുതികൾക്കിടയിൽ പശ്ചിമേഷ്യയിലെ ഗസ മുനമ്പിൽ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ നൽകാനുള്ള പ്രവർത്തനങ്ങൾ ലോക ആരോഗ്യ സംഘടന ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് പ്രദേശത്ത് 3 ദിവസത്തേക്ക് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇസ്രയേലും ഹമാസും തീരുമാനിച്ചു. കഴിഞ്ഞ മാസം മധ്യഗാസയിൽ പോളിയോ ബാധിച്ച് ഒരു കുഞ്ഞിന് ഭാഗികമായി ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു. 25 വർഷത്തിന് ശേഷമാണ് ഈ പ്രദേശത്ത് പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. വൈറസ് ബാധയെ പ്രതിരോധിച്ചില്ലെങ്കിൽ വ്യാപകമായി പോളിയോ പടർന്നു പിടിക്കുമെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വാക്സിനേഷൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ കേരളം, അസം, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങൾ ഈ വർഷം സന്ദർശിച്ചതായി കേന്ദ്ര സർക്കാർ. ഗുജറാത്തിലും കേന്ദ്ര സംഘം ഉടൻ സന്ദർശിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.